എല്ലാവർക്കും അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ജിൻസിയാണ്. വീട്ടുപ്രസവത്തിനായി പ്രത്യേക വാട്സപ്പ് ഗ്രൂപ്പുകളും സംഗമങ്ങളും. ഗ്രൂപ്പിൽ ഡോക്ടർമാരും അധ്യാപകരും. 1000 അംഗങ്ങളുള്ള വാട്സപ്പ് ഗ്രൂപ്പിന്റെ സഹായത്തോടെ വീട്ടിൽ പ്രസവിച്ചു എന്ന് യുവതി. പിന്നാലെ പോലീസ് അന്വേഷണം. സംസ്ഥാനത്ത് വീട്ടുപ്രസവം കുറയുന്നില്ല. വീട്ടുപ്രസവം നടത്തുന്ന പ്രത്യേക സംഘത്തിൽ ഇതിനായി വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി പ്രചരണം നടത്തുകയും വീട്ടുപ്രസവം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. ഇത്തരക്കാരുടെ കുടുംബ സംഗമങ്ങളും നടക്കുന്നുണ്ട്. ഈ കൂട്ടത്തിൽ ഡോക്ടർമാരും അധ്യാപകരും എല്ലാം ഉണ്ട് എന്നതാണ് ദുരന്തം. 2023 മാർച്ച് മുതൽ 2024 മാർച്ച് വരെ കേരളത്തിൽ 523 വീട്ടുപ്രസവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വർഷം ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെ മാത്രം 200 വീട്ടുപ്രസവങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും അധികം വീട്ടുപ്രസവം മലപ്പുറത്താണെന്ന് അഡ്വക്കേറ്റ് കുളത്തൂർ ജയൻസിംഗ് വിവരാവകാശ നിയമപ്രകാരം ആരോഗ്യവകുപ്പിന് നൽകിയ മറുപടിയിൽ പറയുന്നു. 253 പ്രസവം. 5 വർഷം തുടർച്ചയായി മലപ്പുറത്ത് 200-ൽ കൂടുതൽ ഇത്തരം പ്രസവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ശിശുമരണങ്ങൾ അറിയാതെ പോകുന്നു. ആരോഗ്യവകുപ്പ് ഇതിനെതിരെ ബോധവൽക്കരണങ്ങളും ഫീൽഡ് പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട്. എങ്കിലും രഹസ്യമായും പരസ്യമായും വീട്ടുപ്രസവങ്ങൾ തുടരുന്നു. സമാന്തര ചികിത്സാ സംഘങ്ങളും ചില സാമുദായിക സംഘടനകളും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. സ്ത്രീകൾക്ക് താല്പര്യമില്ലാഞ്ഞിട്ട് നിർബന്ധിച്ച് വീട്ടിൽ പ്രസവിപ്പിക്കുന്ന സംഭവങ്ങളും ഏറെയാണ്. വൈറ്റാട്ടിമാരെ വെച്ചാണ് പ്രസവം എടുപ്പിക്കുന്നത്. ചിലർ സ്വയം ചെയ്യാൻ ശ്രമിക്കുന്നു. രക്തസ്രാവം മൂലം ഗുരുതരാവസ്ഥയിലാകുമ്പോഴാണ് ആശുപത്രിയിൽ എത്തുക. കഴിഞ്ഞ ഒക്ടോബറിൽ വീട്ടിൽ പ്രസവിക്കാൻ ശ്രമിക്കവേ കുഞ്ഞിന്റെ തല മാത്രം പുറത്തു വന്ന നിലയിൽ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച സംഭവം മലപ്പുറത്തുണ്ടായി. ആ കുഞ്ഞു മരിക്കുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ശിശുമരണങ്ങൾ പലതും വീട്ടുകാർ സഹകരിക്കാത്തതിനാൽ ശരിയായ റിപ്പോർട്ട് ചെയ്യപ്പെടാതെയും പോകുന്നുമുണ്ട്. മലപ്പുറത്ത് ലക്ഷദ്വീപിൽ നിന്ന് പോലും പ്രസവിക്കാൻ സ്ത്രീകൾ വരുന്നു. ആരോഗ്യ പ്രവർത്തകർ വീട്ടിലെത്തി നിരാഹാരം ഇരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി സ്ത്രീകളെ ആശുപത്രിയിൽ എത്തിച്ച സംഭവങ്ങളും ഈയിടെ ഉണ്ടായി. തേവർ കടപ്പുറത്ത് ഒരു വീട്ടിൽ 9 പ്രസവിച്ച യുവതിയുടെ 10ാമത്തെ പ്രസവം ഇത്തരത്തിൽ ആരോഗ്യ പ്രവർത്തകർ ആശുപത്രിയിലാക്കി. പരിചരണം നഷ്ടമാകുന്നു. വീടുകളിൽ പ്രസവിക്കുന്ന കേസുകളിൽ കുഞ്ഞിന് ലഭിക്കേണ്ട പ്രധാന പരിചരണങ്ങൾ നഷ്ടമാകുന്നുണ്ട്. പ്രത്യക്ഷത്തിലുള്ള വൈകല്യങ്ങൾ, ഹൃദയ സംബന്ധമായ തകരാറുകൾ, കേൾവി സംബന്ധവും കാഴ്ച സംബന്ധവുമായ കുഴപ്പങ്ങൾ, ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ എല്ലാം പ്രസവാനന്തരം പരിശോധിച്ച് പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ട്. അതൊന്നും ഇക്കൂട്ടർക്ക് ലഭിക്കുന്നില്ല. ജനനത്തിലുണ്ടാകുന്ന കുഴപ്പങ്ങൾ കാരണം വർഷങ്ങൾ കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ രോഗിയാകുകയോ മരിക്കുകയോ ചെയ്യാം. 1000-ന് മുകളിൽ അംഗങ്ങളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ സഹായത്തോടെ വീട്ടിൽ പ്രസവിച്ചു എന്ന മാതാപിതാക്കളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ആരോഗ്യ പ്രവർത്തകരാണ് പരാതി നൽകിയത്. കുഞ്ഞിന്റെ ജനനത്തെക്കുറിച്ചുള്ള മാതാപിതാക്കളുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പോലീസ് അന്വേഷണം. ഡോക്ടർമാരുടെയോ മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയോ സഹായമില്ലാതെ 1000-ഓളം അംഗങ്ങളുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ സഹായത്തിലാണ് പ്രസവം നടത്തിയെന്ന് മാതാപിതാക്കളുടെ വെളിപ്പെടുത്തലിനാണ് പോലീസ് അന്വേഷണത്തിലേക്ക് എത്തിച്ചത്. ചെന്നൈ സ്വദേശികളായ മാതാപിതാക്കളുടെ വെളിപ്പെടുത്തലുകൾ വിവാദമായതോടെ അന്വേഷണവുമായി പോലീസ് സജീവമായത്. 36 വയസ്സുകാരനായ മനോഹരനും അയാളുടെ ഭാര്യ 32-കാരിയുമായ സുകന്യയുമാണ് തങ്ങളുടെ കുഞ്ഞിന്റെ പ്രസവത്തിനായി ഹോം ബർത്ത് എക്സ്പീരിയൻസ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിനെ ആശ്രയിച്ചതെന്ന് വെളിപ്പെടുത്തിയത്. സ്വന്തം വീടുകളിൽ തന്നെ എങ്ങനെ പ്രസവം നടത്താമെന്ന് അംഗങ്ങളെ ഉപദേശിക്കുന്ന പോസ്റ്ററുകളും ചിത്രങ്ങളുമാണ് ഈ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. ഈ വാട്സപ്പ് ഗ്രൂപ്പിനെ കുറിച്ച് കേട്ടറിഞ്ഞ ദമ്പതികൾ തങ്ങളുടെ 3ാമത്തെ കുഞ്ഞിന്റെ ജന്മദിനത്തിനായി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 8ഉം 4ഉം വയസ്സുള്ള മറ്റു 2 പെൺകുട്ടികൾ കൂടി ഇവർക്കുണ്ട്. 3ാമത് സുകന്യ ഗർഭിണിയായപ്പോൾ ഇവർ വൈദ്യപരിശോധന പൂർണ്ണമായി ഒഴിവാക്കാൻ തീരുമാനിക്കുകയായിരുന്നു. പ്രസവ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഇവർ വൈദ്യസഹായം തേടിയിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. നവംബർ 17-ന് സുകന്യ പ്രസവവേദന ഉണ്ടായപ്പോൾ ആശുപത്രിയിൽ പോകാതെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ ദമ്പതികൾ തീരുമാനിച്ചു. മനോഹരൻ തന്നെയാണ് പ്രസവം കൈകാര്യം ചെയ്തതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അപകടകരവും അശാസ്ത്രീയവുമായ രീതിയിൽ കുഞ്ഞിന്റെ ജനനത്തിന് സാഹചര്യം ഒരുക്കിയ ദമ്പതികൾക്കെതിരെ പ്രദേശത്തെ പബ്ലിക് ഹെൽത്ത് ഓഫീസർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. നിർദ്ദിഷ്ട മെഡിക്കൽ സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചാണ് ദമ്പതികളുടെ ഈ പ്രവൃത്തിയെന്ന് പരാതിയിൽ പറയുന്നു. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് പ്രസവം വീട്ടിലാക്കിയ ദമ്പതികൾക്കെതിരെ പരാതി. ഹോം ബർത്ത് എക്സ്പീരിയൻസ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ ഉപദേശം സ്വീകരിച്ച് പ്രസവം വീട്ടിലാക്കിയ ചെന്നൈ സ്വദേശികളായ ദമ്പതികൾക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. JCB ഓപ്പറേറ്ററായ 36 വയസ്സുകാരൻ മനോഹരനും ഭാര്യ സുകന്യയുമാണ് തങ്ങളുടെ 3ാമത്തെ കുഞ്ഞിന്റെ പ്രസവം വീട്ടിലാക്കിയത്. 1000-ഓളം പേരുള്ള ഗ്രൂപ്പിന്റെ ഉപദേശം സ്വീകരിച്ച് മനോഹരൻ ഗർഭിണിയായ സുകന്യയെ ഡോക്ടറെ കാണിച്ചിരുന്നില്ലെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രദേശത്തെ പബ്ലിക് ഹെൽത്ത് ഓഫീസർ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് ദമ്പതികൾക്കെതിരെ കേസെടുത്തത്. മെഡിക്കൽ സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചാണ് മനോഹരൻ കുഞ്ഞിന്റെ പ്രസവം വീട്ടിലാക്കിയെന്ന് പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ മനോഹരനെ ചോദ്യം ചെയ്തതോടെയാണ് വാട്സപ്പ് ഗ്രൂപ്പിന്റെ പങ്ക് പുറത്തുവരുന്നത്. മുമ്പ് 2 കുഞ്ഞുങ്ങളുടെയും പ്രസവം ആശുപത്രിയിലാക്കിയിരുന്ന മനോഹരൻ 3ാമത്തെ കുഞ്ഞിന്റെ പ്രസവം വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഉപദേശം സ്വീകരിച്ച് നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ഗ്രൂപ്പിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളെ തുടർന്ന് പരിശോധനകൾ ഒഴിവാക്കുകയായിരുന്നു. വാട്സപ്പ്
വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ മുൻനിർത്തി മനോഹരൻ തന്നെയാണ് പ്രസവത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.